ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കുക. ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ ഓരോട് എല്ലാവരോടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കുറച്ച് എണീക്കാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മദ്രസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മദ്രസിൽ മക്കൾക്ക് റേഞ്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അലാറം വെച്ചിട്ടുമില്ല. എണീക്കാൻ അങ്ങോട്ട് കുറച്ച് മദ്രസ് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ അതിലങ്ങോട്ട് കടന്നുറങ്ങിപ്പോയി. ഞാൻ 7 മണി 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എണീച്ച് വരുമ്പോൾ. പക്ഷേ മദ്രസ് ഇല്ലാന്നേ ഉള്ളൂ, സ്കൂളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു സമയത്ത് പോകും വേണം, ചായം കടി ആവണം, പിന്നെ തീ കത്തിച്ചിട്ടില്ല, വെള്ളം വെച്ചിട്ടില്ല, ഒക്കെ പെൻഡിങ് ആയിരുന്നു കേട്ടോ ഇന്ന്. ഞാൻ അതാ പറയുന്നത്, നമ്മൾ സാധാരണ ഒന്നും നമ്മൾ ആ എണീക്കുന്ന സമയത്ത് അങ്ങോട്ട് എണീച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ അന്നത്തെ ആ ഒരു ദിവസം പോയി എന്ന് പറയാം കേട്ടോ. എന്തോ ആ ഒരു പോസിറ്റീവായിട്ടുള്ള നമ്മളെ ഒരു എനർജി ഒക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നും കേട്ടോ. എനിക്ക് സാധാരണ അങ്ങനെ നേരം വൈകി എണീക്കണത് ഇഷ്ടമല്ല. എനിക്ക് നേരത്തെ എണീക്കണം, കുറേ സമയം കിടക്കണത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ചില ദിവസം നമ്മളങ്ങോട്ട് ഉറങ്ങിപ്പോവും. ചിലപ്പോൾ ഉണ്ട് അലാറം അടിച്ചാലും അലാറം ഓഫാക്കിയിട്ട് കിടക്കുമല്ലോ, ആ ഒരു കിടത്തത്തിൽ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോവണം. അങ്ങനത്തെ ഒരു ഇതും ചില സമയത്ത്, എപ്പോഴൊന്നുമില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കലുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കണ ആ ഒരു ദിവസം എൻ്റേത് അന്നത്തേത് പോയി. എനിക്ക് എന്തോ ഒരു പോലെയാണ് കേട്ടോ. അങ്ങനെ സാധാരണ നമ്മൾ വേഗം പണികളൊക്കെ തീർത്തിട്ട് ചിലപ്പോൾ ഞാൻ നാസിമോൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഉച്ചക്കൊക്കെ പോയി കിടക്കും കേട്ടോ. അതെനിക്കിഷ്ടമാണ്. പക്ഷേ രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു പോലെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെയാണോ എന്തോ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇന്ന് മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് താളപ്പിഴ സംഭവിച്ച ഒരു ദിവസമായിരുന്നു. എന്താ പറയുക, തുടക്കം നന്നായിട്ടില്ലെങ്കിൽ ഒടുക്കവും നന്നാവില്ല എന്ന് പറയൂലേ. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്നും പറയും. അങ്ങനത്തെ ഒക്കെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചു വേഗം ആദ്യം തന്നെ ഒന്ന് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ വേഗം തീയൊക്കെ കത്തിച്ചു ഒന്ന് കുളിക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. ഓട്ടടയും മുട്ടക്കറി, തേങ്ങ അരച്ചിട്ട് മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് ഇന്നലെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട വാങ്ങിയിട്ടില്ല കേട്ടോ. മുട്ട നാഫിമോനെ വിടണം, കടയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് ഓനെ പറഞ്ഞയക്കണം. അപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സാലിനായി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ കറി അങ്ങോട്ട് ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്തുനിന്ന് വേഗം ഒന്ന് ഓട്ടടക്കുള്ള മാവ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങയും ചോറും കൂട്ടിയിട്ടാണ് അരക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒന്നും പറയാതിരിക്കുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അറിയലും ഉണ്ടാവില്ല കേട്ടോ. അറിയായിട്ടല്ല, ചിലവർക്ക് ചിലപ്പോൾ ചുട്ടാൽ നന്നാവില്ല കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ സംഭവിക്കലുണ്ട് കേട്ടോ. ചിലപ്പം അടി കരിയും, ഉള്ളു വേവാതാവുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരലുണ്ട്. ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല, നേരെ വൈകിയത് കൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഓട്ടടയൊന്നും ചുട്ടിട്ട് നന്നായിട്ടുമില്ല, എന്തൊക്കെയോ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മാവൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വേഗം ഒന്ന് കറി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സാലിന് വെന്ത് വന്നു. ഇപ്പുറത്തുനിന്ന് ഞാൻ വേഗം മുട്ടയെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മോന് വേഗം പോയി വാങ്ങി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സാലിനുണ്ടല്ലോ അതും ഇട്ട് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്തു. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചൊഴിച്ചിട്ട് മുട്ടക്കറി അവിടെ റെഡിയാക്കിയതാ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്തുനിന്ന് വേഗം കടി ചുട്ടെടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കറിയാണ് കേട്ടോ ആക്കി വെക്കുക. എന്നാൽ പിന്നെ ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് പോകേണ്ട ആൾക്കാർക്ക് വേഗം അങ്ങനെ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമല്ലോ വിചാരിച്ചിട്ടാണ്. നിച്ചുമോക്കും ബസ് പോവും, ഇക്കാക്കും സ്കൂൾ കുട്ടികളെ ട്രിപ്പ് എടുക്കാനുണ്ട്. അപ്പോൾ ഇക്കാക്കും നേരെ വൈകുന്നുണ്ട്. നാഫിമോൻക്കും ഇനിയിപ്പോൾ 9:45 ഇവിടുന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓനക്ക് സ്കൂൾ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഓൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇപ്പുറത്തുനിന്ന് കടി ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പുറത്ത് പിന്നെ ഞാൻ മക്കൾക്ക് കൊണ്ടുപോകാൻ കുപ്പിയിൽ വെള്ളം, ജീരക വെള്ളമാണ് കേട്ടോ അവർ കൊണ്ടുപോവുക. അപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട്, അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആകെ എല്ലാം കൂടെ ഒരു പുകയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അല്ലാണ്ട് തിരക്ക് പിടിച്ച ഒരു രാവിലെ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നാണെങ്കിൽ ഓട്ടടയും ചുട്ടിട്ട് നന്നാവണില്ല, എല്ലാം കൂടെ ഒരു അലാക്ക് എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇവരൊക്കെ ചായ കുടിച്ച് പോയി ലാസ്റ്റ് ആയപ്പം ഓട്ടട നല്ലോണം നന്നായിട്ട് വരികയും ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ തിരക്കും കൊണ്ടാന്ന് തോന്നുന്നു, അതിനും ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ചട്ടി നല്ലോണം അങ്ങോട്ട് ചൂടാക്കുക, എന്നിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം ആ ഒരു ചെറിയ ഹോൾസൊക്കെ വരുമ്പോഴൊക്കെ ആയിരുന്നു കേട്ടോ അത് മൂടി കൊടുക്കൽ. ഇന്നിപ്പോൾ അതിനൊന്നും നേരമില്ല. വേഗം കടി അപ്പുറത്തുനിന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് നാഫിമോന് ചായ കുടിക്കുന്നുണ്ട്, നിച്ചോള് ചായ കുടിച്ചോള് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ട് ഞാൻ ടൗണിൽ പോയ സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്കിയിട്ട തുണികളൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായി. പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ നല്ലോണം വെയിലൊക്കെ വന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഉണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് വെറുതെ ഒന്ന് പുറത്തേക്ക് അങ്ങനെ ഈ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് പുറത്ത് പോയി നോക്കേണ്ട ഒരു ശീലമുണ്ട് കേട്ടോ എനിക്ക്. വെറുതെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് അങ്ങനെ പുറത്ത് ചേരിയുമ്പോൾ നിന്ന് ഒന്ന് അവിടെ പോയി നോക്കി നിന്നാൽ വന്നാലൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇക്കയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനും നാസിമോനും തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിതാക്കണ് ഓട്ടട അവിടെ നിന്ന് ചുട്ട് കഴിയാനാവണേ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടെ ഉണ്ട് ചുടാൻ. ഞാനാണെങ്കിൽ ചായ കുടിച്ചിട്ടില്ല, എനിക്കാണെങ്കിൽ നല്ല വിശക്കണുണ്ട് കേട്ടോ. നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പയറൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ചായ കുടിക്കാണ്ട് തന്നെ ഞാൻ വേഗം 10 മണി ആയിട്ടുണ്ടായി. അപ്പം വേഗം മോനെ ഒന്ന് അംഗൻവാടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിന്നും ഉണ്ട് കേട്ടോ, അനിയൻ്റെ മോളാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓനെ ഒന്ന് അവിടെ കൊടുന്നാക്കിയാൽ ഒരു സമാധാനത്തിൽ ഓനെ അവിടെ ഇരുന്നോളുമല്ലോ. പിന്നെ ഇതാ ഓനെ കൊണ്ടുവന്നാക്കി തിരിച്ച് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ പണികളും എടുക്കാനുണ്ട്. എല്ലാത്തിനും എനിക്ക് നേരം വൈകിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇതാട്ടോ വേഗം ഒന്ന് ഓട്ടടയും പിന്നെ മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് വേഗം ഒന്ന് ചായ കുടിക്കട്ടെ, എന്നിട്ട് വേണം ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങാൻ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വിശപ്പ് അങ്ങോട്ട് മാറ്റട്ടെ, എന്നിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും പോകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ചായ കുടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി. അങ്ങനെ ഞാൻ വേഗത കട്ടൻ ചായ പിന്നെ കാച്ചിയത് തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു എണീറ്റു. പിന്നെ ഇതാ വേഗം അടിച്ചു വാരി തുടക്കാനും എല്ലോടൊന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വരികയാണ്. അപ്പോൾ ഇതാ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇടുന്നത് എനിക്ക് തീരെ ഒരു ഇതില്ല. ഒന്നാമത്തെ നമ്മളത് ഷെഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പൊടി തൊയ്യും കേട്ടോ. എല്ലായിടത്തും എത്ര തുടച്ചാലും നന്നാക്കിയാലും പൊടികളൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ചെറിയ കുട്ടികളുള്ളത് എല്ലാവരും ഇങ്ങനെ ചിലപ്പോൾ അതിലേ നടന്ന് ഇതിലേ നടന്നൊക്കെ കിടക്കയിൽ അങ്ങനെയൊക്കെ കയറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ബെഡ്ഷീറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറ്റി കുറേ ദിവസം ഒന്നും വെക്കൂല എന്നാണ് കേട്ടോ പറഞ്ഞത്. അത് വിചാരിച്ചിട്ട് 1, 2, 3 ദിവസം കൂടുമ്പോൾ ഒന്നും മാറ്റമൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് മാറ്റി വിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു റൂമത്തെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റേ റൂമത്തേത് നാളെ എടുത്ത് അലക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അതിലേക്ക് ഒന്ന് കൊടുന്നിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അവിടെയൊക്കെ നടിച്ച് വാരി. ഇനിയിപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുക്കളയാണ് കാര്യമായിട്ട് ഒന്ന് ഉണ്ടാവുക പണി. നമ്മൾ രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കുറച്ചൊരു പണി ഉണ്ടാവും. കഴുകാനുള്ളതൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് പെറുക്കി കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ഗ്യാസും എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ച് വാരി ഇടും ഞാൻ. ഇവിടുന്ന് അടിച്ച് വാരി താഴത്തെ അടുക്കള അടിച്ച് വാരും. എന്നിട്ട് എല്ലാം കൂടെ മുറ്റത്തേക്ക് അങ്ങോട്ട് തട്ടും കേട്ടോ ഈ ബേക്ക് വശത്ത്. എന്നിട്ട് പിന്നെ മുറ്റടിച്ച് വാരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുക. നമുക്ക് നമ്മളുടേതായ ഒരു രീതി ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ചെയ്താലാണ് ഒരു തൃപ്തി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മുറ്റടിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗത കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്ത് വെക്കുകയാണ്. രാവിലെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ പാത്രം ഉണ്ടാവും കേട്ടോ കഴുകാൻ. ഈ ഒരു കഴുകൽ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നാളെ രാവിലെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാര്യമായിട്ട് നമ്മൾ അപ്പം ഉപയോഗിക്കുന്നത് അങ്ങനെ കുറച്ചുള്ളത് അങ്ങനെ കഴുകി വെച്ചാലും പിന്നീട് അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വേഗത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് അലക്കാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലിൽ അലക്കാൻ കുറച്ചുണ്ടായി, അതൊന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ പോയിട്ടൊന്ന് കല്ലിലുള്ളതും അലക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായി. ഇതിൻ്റെ കൂടെ തന്നെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഒന്ന് തുണികളും കൂടെ ആറിയിട്ടിട്ട് വേണം ചോറും കറിയൊക്കെ ആക്കാൻ. സമയം കുറച്ച് പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വേഗം തുണിയൊന്ന് ആറിയിട്ട് എടുക്കട്ടെ. കാറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് എന്താണാവോ കുറച്ചൊരു കുറവുണ്ട് കേട്ടോ കാറ്റിന്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ അയിലുമ്മ ഇടുന്ന തുണികളൊക്കെ എനിക്ക് നിലത്തുനിന്ന് പെറുക്കി അയിലുമ്മക്ക് ഇടാനേ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വേഗം ഒന്ന് തുണികളും കൂടെ ഒന്ന് ആറി ഇട്ടിട്ട് വേണം അകത്തത്തെ ചോറും കറിയൊക്കെ ആക്കാൻ. പിന്നെ ഇതാ വേഗം തുണികൾ ആറിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് രാവിലെ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് ഇവിടുന്ന് ആക്കിയിട്ട് അതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പയറും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് ഒഴിച്ച് കൊടുത്തു, കടുക് പൊട്ടിച്ചു. പിന്നെന്താണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളെ പയറുപ്പേരി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. നാസിമോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയറുപ്പേരി.
നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഡെയിലി ഈ ഒരു രീതിയിൽ തന്നെ ആവുമ്പോൾ നിങ്ങൾക്കും മടുക്കണുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെപ്പോഴും ഇത് തന്നെയല്ലേ കാണിക്കണത്. പിന്നെ പറഞ്ഞാൽ പുറത്ത് പോകുന്ന ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെറൈറ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ, നമ്മൾ സാധാരണ ഈ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മടുക്കണുണ്ടോ എന്താണ് എന്നുള്ളത് ആ ഒരു ചിന്ത എനിക്കും വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ ഇടാതിരുന്നാൽ നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയിപ്പോവും. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ വലിയ സെറ്റപ്പുള്ള വലിയ ചാനലോ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മൾ സാധാരണക്കാരെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചിട്ടുള്ള ചെറിയൊരു ഇതാണ്. അപ്പം വീഡിയോ ഇടാതെയും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതും കൂടെ ഡൗൺ ആയി പോവും. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പേരി അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ തീയൊക്കെ കത്തിച്ച് വേഗം ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ കത്തിച്ച് തീയൊക്കെ കെട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എന്താണ് രണ്ടാമത് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ടൗണിൽ പോയപ്പോൾ തന്നെ ഞാൻ സാധനം വാങ്ങിയപ്പോൾ പച്ചക്കറീൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് പരിപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാറൊന്ന് ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പരിപ്പും കഷ്ണങ്ങളെല്ലാം കൂടെ ഒറ്റൊരു വിസിൽ വന്നാൽ അതങ്ങോട്ട് ആയിക്കോളും. അപ്പോൾ ഇന്ന് കറി സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉഴുന്നും അരിയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നാളെ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഉഴുന്നും അരിയും ഒന്ന് വേഗം അതൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണേ സാമ്പാറൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒരു സാധാരണ ഇതിൽ തന്നെ അങ്ങോട്ട് വെന്തൊക്കെ കിട്ടീനി കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് സാമ്പാർ പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ. ഞാൻ കായവും അതുപോലെ തന്നെ പുളിവെള്ളം ഒഴിക്കൂല കേട്ടോ. എനിക്കെന്തോ അത് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സാമ്പാറൊക്കെ ഒരു എളുപ്പത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് സാമ്പാറില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ആൾക്കാർ പുളി വീഴും കായൊക്കെ ചേർക്കലുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ അതും ഒന്ന് വേഗം വറവിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ കറിയും അവിടെ സെറ്റ് ആയിനി കേട്ടോ. ഉപ്പേരിയും ആയിനി, ചോറും അപ്പുറത്തുനിന്ന് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയൊക്കെ ഒന്ന് ഇപ്പം ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പെരങ്ങുമല്ലോ. അപ്പോൾ അതും കൂടെ ഒക്കെ മൊത്തത്തിൽ എല്ലോടും ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ചോറ് വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇന്ന് രാവിലെ നേരം വൈകിയതുകൊണ്ട് തന്നെ ഉച്ചക്ക് ചോറ് വയ്ക്കാനും ഒക്കെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇച്ചിരി സമയം ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും നാസിമോനെ കൂട്ടാൻ പോവാനും ആവും. അങ്ങനെ സാമ്പാറും പിന്നെ ഉപ്പേരിയും കാന്താരി മുളക് സുർക്കയിലിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.